ഞാനങ്ങനെ കുറെ കാലം ഇങ്ങനെ വിചാരിക്കുന്നു തേങ്ങ അലിക്കാൻ വേണ്ടി ചന്ദ്രേട്ടൻ എന്താ വരാത്ത. പക്ഷെ ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു 8ന്റെ പണി വെച്ച് 2 ആളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് തേങ്ങ വലിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 തെങ്ങിന്റെ മുകളിൽ ഒറ്റയടിക്കാൻ അങ്ങോട്ട് കയറി ഉള്ള കാട്ടിലും കണ്ടത്തിലും ഉള്ള മുള്ളും ഒക്കെ കൊണ്ട് തേങ്ങ ഫുള്ള് പൊറുക്കിയിട്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഐഡിയ കിട്ടി. എന്താണെന്നറിയോ? നമ്മൾ ഒരു ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാൻ പോകണം. ഇതിന് ട്വിസ്റ്റ് എന്താണെന്നറിയോ? എന്താ? പുഡിംഗ് ഉണ്ടാക്കാൻ ആർക്കറിയോ? ഇല്ല. ഇത് ഇത്രയും സാധനം എങ്ങനെയാ ഉണ്ടാക്കണ്ടത്? ചിയ സീഡ്സ് അത് നോക്കണ്ട, അത് പോയി. ചിയ സീഡ്സ് ഒന്നും എന്തിനാണ് യൂട്യൂബിൽ? ചൈന ഗ്രാസ്. അതായത് ഞാൻ പറഞ്ഞതാ, ഇവിടെ ഫുൾ സാധനങ്ങൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മറ്റേ DJ ബോക്സ് മാതിരി ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 2 ഇളനീ, ഇതിനകത്ത് വെള്ളം ഓൾറെഡി ഇതിനകത്ത് കളക്ട് ചെയ്തിട്ട് ഒറ്റ ഇളനീന്റെ വെള്ളം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വെള്ളമൊക്കെ ഓരോരുത്തർ കുടിച്ച്. കാരണം എല്ലാരും കുടിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ട്. ഇത് ഞങ്ങള് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി ഈ പുഡിങ്ങിന്റെ ഓർമ്മ വന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മള് ചൈന ഗ്രാസ് എടുക്കുക. നമ്മള് മേക്കിങ്ങിലോട്ട് കിടന്നാലോ? നമുക്കൊന്ന് യൂട്യൂബ് നോക്കിയാൽ അതിന് മുമ്പില് വേണ്ടടാ, യൂട്യൂബ് ഞാൻ നോക്കിയിട്ടുണ്ട്. ആണോ? ആണ്, എന്നാ കുഴപ്പമില്ല. ഇതാണ് ഇതിന്റെ പേരാണ് ചൈന ഗ്രാസ്. അതെ, ഇത് നമുക്ക് മാത്രമേ അറിയാത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. ആണല്ലേ? കറക്റ്റ് ഈ സാധനല്ലേ പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഒച്ചുണ്ടാവും. പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ട്. പക്ഷെ അതില്ലേ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേമിയ ഉണ്ടാവില്ലേ, ജെല്ലി പോലെ, അതേപോലെ. അപ്പൊ ഒന്ന് ഇവിടെ ഓൾറെഡി ഉള്ളത്, പിന്നെ നമുക്കൊരു പാക്കറ്റ് ഇപ്പൊ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് തൽക്കാലം കടിച്ചാൻ പൊട്ടിച്ച് സമയമില്ല. ഞാൻ കാരണം അവിടുത്തെ ഇത് ജലാറ്റി വാങ്ങാൻ പോയ കടക്കാർക്ക് ഒരു ഉപകാരം ഉണ്ടായി. അവിടെ ഒരു സെറ്റ് മൊത്തം, അതായത് ഒരു സെറ്റ് മൊത്തം ഫുള്ള് ജലാറ്റിന്റെ പാക്കറ്റ്, കസ്റ്റാർഡ് പൗഡർ ഇതൊക്കെ ഉണ്ട്. അത് ഫുള്ള് ഡേറ്റ് കഴിഞ്ഞു. ആ കസ്റ്റാർഡ് പൗഡറിന്റെ പാക്കറ്റ് ഒക്കെ ജലാറ്റിൻ ഉണ്ട്. മറ്റേ ഈ ഞാൻ ഒരു എന്തായാലും കൊണ്ടുപോയി കളയണം. കാരണം 2025 ഓഗസ്റ്റ് ഇല്ലേ, അതിൽ കഴിഞ്ഞതാണ്. അല്ല, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ സാധനം ഫുൾ ഇടണോ? ഇതിപ്പോ 3 പീസായി. അത് ഫുൾ ഇടണം. നമ്മൾ യൂട്യൂബിൽ കുറച്ചുണ്ടാക്കുമ്പോ ഒരു 3 ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സാധനം ആദ്യം എടുത്തിട്ട് ഇത് നമുക്ക് കുതിർക്കാൻ വെക്കാം. ചൂടലാണ് നോക്കേണ്ടത്. അല്ല, അപ്പൊ ഇത് ആദ്യം കുതിർക്കാൻ വെക്കാം. പൊതിരാൻ നമ്മള് നോർമൽ ലോക്കൽ ലാംഗ്വേജ് ആണ്. ശരിക്കും കുതിർക്കാണ്, പൊതിർക്കല്ല, കുതിർക്കാണ്. എന്തോ പറഞ്ഞോ? അയ്യോ, അതിപ്പോ നല്ല ഇതാടാ, കൊഴുപ്പല്ല, ഒരു സാധനം പോലെ സോഫ്റ്റ് സാധനമായി. ഇനി കുറച്ചുകൂടെ ഇതാവും, ജെല്ലി പോലെയാവേ. എന്നിട്ട് ഇമ്പിള് മിക്സിയിലിട്ട് അടിക്കേണ്ടതൊന്നുമില്ലേ? ഇതല്ല മിക്സിയിലിട്ട് അടിക്കണ്ടേ. പറഞ്ഞുതരാം, മേക്കിംഗ് ഫുൾ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇളനീ വെള്ളം എടുക്കാം. ഈ ഇളനീ വെള്ളം നേരെ എടുത്തിട്ട് നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഓണാക്കിയിട്ട് വെക്കാം. അപ്പം ഇത് ചൂടാവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ആഡ് ചെയ്യുക, മതിയാവും. ഇനി ഇത് നന്നായിട്ട് ചൂടായി ഇളക്കി ഷുഗർ മൊത്തം ഇതിനകത്തേക്ക് അലിഞ്ഞ് തീരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഓൾമോസ്റ്റ് ഞാൻ ഇട്ട പഞ്ചസാര ദേ ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി അതും കൂടെ ഇതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്ന ഈ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഏറെക്കുറെ ഇതിനകത്ത് നമ്മൾ ഇട്ടിരുന്ന പഞ്ചസാര മൊത്തം അതിനകത്ത് ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് മധുരമുള്ള ഇളനീ വെള്ളമാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പഞ്ചസാര ഇട്ടത്. കൂടാതെ ഇനിയിപ്പോൾ ആ ഇളനീയുടെ കാമ്പ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് അതിനകത്ത് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ പൊന്നേ, ഓ മൈ ഗോഡ്, നല്ല മധുരമുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് എന്താ പറയുക, ഈ ജെല്ല് രീതിയിൽ കിട്ടുന്ന സാധനം ഇതാണ് നമുക്ക് ജെല്ലാക്കേണ്ടത്. അപ്പോൾ ഈ സാധനം നമുക്ക് എന്താ പറയുക, ആ ജെല്ല് രീതിയിലുള്ള ഒരു സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ വെള്ളം, നമ്മളിപ്പോൾ തിളപ്പിച്ചുകൊണ്ടിരുന്ന ഇളനീർ വെള്ളം നമുക്കൊരു പ്ലേറ്റിലേക്ക് നൈസായിട്ട് ഇങ്ങനെ അരിച്ച് മാറ്റി ഒഴിച്ച് വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇനി അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ ചൈന ഗ്രാസ് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് ചെറിയൊരു ചൂടിൽ നമുക്ക് അലിയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ കുതിർത്താനിട്ട ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ചെറിയൊരു തീയിൽ നമുക്കിത് മെൽറ്റ് ആവുന്ന വരെ നൈസായിട്ടൊന്ന് ചൂടാക്കാം. അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് യൂട്യൂബർ പറഞ്ഞത്. എന്തായാലും നമുക്ക് നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിച്ചാലോ. അങ്ങനെ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മെൽറ്റ് ആവാനുണ്ട്.
കട്ട കട്ടയായിട്ടല്ല ജെല്ലായി വരിക. അത് തണുപ്പിച്ച് കഴിഞ്ഞാലാണ് ജെല്ലായിട്ട് വരിക. കുറച്ചും കൂടെ ഒരു ധാവനുണ്ട്. ഇപ്പം ഇതിനകത്ത് തന്നെ ചില ക്രിസ്റ്റൽ ഫോമിൽ ഇങ്ങനെ ഒരു മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മെൽറ്റായിട്ട് നല്ല രീതിക്ക് ഒന്ന് മെൽറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. നമ്മുടെ ചൈന ഗ്രാസ് അങ്ങനെ മെൽറ്റ് ചെയ്ത് നല്ല ലിക്വിഡ് ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ജെൽ ടൈപ്പ് ആവേണ്ട സാധനം ഉണ്ടല്ലോ, അപ്പം അത് ഞാൻ എടുത്ത പ്ലേറ്റ് കുറച്ചൊന്ന് എന്താ പറയുക ഈ ഇതായിട്ടുണ്ട്, ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് ഈ ചൈന ഗ്രാസിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് ഒന്ന് സെറ്റായിട്ട് നല്ല ക്രിസ്റ്റൽ ഫോമിലേക്ക് വന്നോളും, ജെൽ ടൈപ്പിലേക്ക് വന്നോളും. അപ്പം നൈസായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം രണ്ടും കൂടെ മിക്സ് ആയത് നല്ല ലിക്വിഡ് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ പരിപാടി വിജയിച്ചാൽ മതി ഇനി. വാവ്, ഇത് നല്ല കട്ടിയുള്ള ജെല്ലാവും. ഐ മീൻ എന്താ പറയുക, കുറച്ച് വലുപ്പത്തിലുള്ള സ്ലൈസ് ആവും ഇത്. നമുക്ക് മുറിക്കുമ്പോൾ നല്ല ചെറുതാക്കി മുറിക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഈ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കാം. അപ്പം നമ്മളെ പണി ഫുള്ള് നമ്മൾ പറഞ്ഞ പോലെ കോളാക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഫുള്ള് കാമ്പും ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാത്രം എന്തിനാ ബാക്കി വെച്ചറിയോ നമുക്ക്? എന്തിനായിരിക്കും? അതന്നെ ഗാർണിഷ്. അതായത് നമ്മൾ പുഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യൂലേ, എന്നിട്ട് എന്തൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് ക്യൂബ് കഷ്ണാക്കിയിട്ട് എഴുതിട്ടാ അപ്പൊ കടിക്ക് പോലെ രസം ഉണ്ടാവല്ലോ. യു ആർ ബ്രില്യന്റ്. താങ്ക് യു. അങ്ങനെയൊക്കെ തോന്നുന്നു ചില ടൈമിന്. ഓക്കെ, അപ്പം ഈ ജാർ എന്തിനാ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മിക്സിക്ക് പൊടിക്കുന്ന ജാറാണ്. ചെറിയ ഇതിൽ വെച്ചാൽ മാത്രമാണ് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ അരയ്ക്കുന്ന ശരിക്കുള്ള മിക്സി. അല്ല, ഇതിൽ അരച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊടിയായിട്ട് കിട്ടാറ്. മീൻസ് പീസ് ബാക്കി ഉണ്ടാവും, കൂടുതൽ അടിഞ്ഞു കിട്ടൂല. ഇനി മിണ്ടരുത്. ഓക്കെ, അടിച്ചെടുക്കാം. അടിക്കി. ഓക്കെ, നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് എൻ്റെ മോനെ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നൈസായിട്ട് മിൽക്ക് മെയ്ഡ് നന്നായിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു എത്ര മില്ലിൻ്റെ ടിന്ന അത്? ഇത് 100 ml ആയിരിക്കും. 100 ml ടിന്ന. 200 ഗ്രാം ആണെങ്കിൽ എന്നാൽ 100 ഒഴിച്ചോ, ഒരു പകുതി ഒഴിച്ചോ, എന്നിട്ട് മധുരത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പം മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ലാസ്റ്റ് റെഡി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഈ വലിയ മിക്സിങ് ജാറിലേക്ക് ഒഴിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടാണ്, കണ്ടില്ലേ ഇങ്ങനെ കടാ കടാ കട പറഞ്ഞാൽ വെക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി പാൽ ഒഴിച്ചടിക്കണം. ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല കട്ടിയുള്ള മിൽമേൻ്റെ പാലാണ്, ഞാൻ നോക്കിയെടുക്കാം. നമുക്കിനി പാലും ചേർത്ത് അടിച്ചെടുക്കാം. ഓക്കെ, ഒന്ന് പൊന്തിച്ചേ. ഓ ഗോഡ്, സീന് സാധനം. ഈ സാധനം ഒരു കിണ്ണം ഷെയ്ക്കാവും നമ്മൾ കട്ടപ്പാലിലൊക്കെ അടിച്ച്. എടാ, ഇത് ഇനിയും ലൂസാക്കണമല്ലോ. വേണ്ടല്ലേ? എൻ്റെ മോനെ, സീൻ സാധനം. ഐസ്ക്രീം തിന്നുന്ന പോലെ ഉണ്ട്. കറക്റ്റ് മറ്റേ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം തിന്നുന്ന പോലെ. അല്ല, മധുരം റെഡിയാണോ? മധുരം കുറച്ചും കൂടെ. പക്ഷെ നമ്മള് എന്താ പറയാ, ഈ ചൈന ഗ്രാസിൽ കുറച്ച് ഷുഗർ ഇട്ടുണ്ട്. മേ ബി ഒക്കെ ഓക്കെ ആയിരിക്കും. ആണോ? അതിൽ അത്യാവശ്യം ഇട്ടില്ലേ? അത്യാവശ്യം ഇട്ടുണ്ട്. ഇനി അഥവാ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം. ആണോ? ഓ ഗോഡ്, ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. സീൻസാണ്. ടേസ്റ്റ് ചെയ്യാനുള്ളവർക്ക് വരിട്ടോ. ഒരാൾ ആക്രാന്തം മൂത്തിട്ട് സെറ്റാണോ? നമ്മുടെ സെറ്റാണോ? ഞാൻ നോക്കട്ടെ, ഞാൻ ഉറപ്പിക്കാം. എൻ്റെ മോനെ, ഇത് കറക്റ്റ് ഉണ്ടല്ലോ. കട്ടപ്പാലിൽ അടിക്കുകയാണെങ്കിൽ നല്ല ഇളനീർ ഷേക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് സെറ്റ് സാധനം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ഇളന്നി വെള്ളം നല്ല റബ്ബർ ഷീറ്റ് പോലെ ആയിട്ടുണ്ട്, നല്ല ടെമ്പർ. അപ്പം ഇത് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈ സ്ലൈസ് പോലെ ചെറിയ ക്യൂബാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ദെൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുന്നു,
അപ്പം നമ്മുടെ ഇളനീ വെള്ളം നോക്കി ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതേ ഒരു ക്യൂബ് കണ്ട, ക്യൂബല്ല ഒരു പീസ് കണ്ട, ക്യൂബ് ഒന്നല്ല. അതേപോലെ അതെ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് പീസുകളായിട്ട് ഇങ്ങനെ കിട്ടും. കണ്ടാ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും. ഇതിനകത്ത് നമ്മുടെ ഇളനീ വെള്ളം ഉപയോഗിച്ചാണല്ലോ. നോക്കിയത് ഏണ്ട് ടൂട്ടി ഫ്രൂട്ടി തരുന്നുണ്ടാവല്ലേ, എന്തോ ജെല്ലി മുട്ടായി തിന്നുന്ന പോലെ മധുരമില്ല ഒന്നുമില്ല. മധുരമുണ്ട്, ഇളനീരിന് വലിയ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും മധുരം കുറവാണ്, ഇതിനകത്തും മധുരം കുറവാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ കാമ്പ് നമുക്ക് അതേപോലെ പാലൊഴിച്ചിട്ട് ഒന്നും കൂടെ ജലാറ്റിനല്ല ചൈന ഗ്രാസ് ഇട്ടിട്ട് നമുക്ക് ഇതേ ടൈപ്പ് ആക്കി എടുക്കണം. അപ്പൊ ആ കാമ്പ് നമുക്ക് പാലൊഴിച്ചിട്ട് കുറച്ചും കൂടി ഒരു ലൂസ് ഫോമിലേക്ക് ആക്കി എടുക്കണം. കൂടാതെ കുറച്ച് മധുരം കൂടെ ചേർക്കേണ്ടി വരും നമ്മള്. അത് കുഴപ്പമില്ല, മറ്റേ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര ഇടാം നമുക്ക്. അപ്പൊ ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഈ സാധനവും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇത് പാലാണ്, അപ്പൊ രണ്ടും കൂടെ ഒന്ന് മിക്സ്. ഇനി കുറച്ച് ഇതാക്കിയിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആ ചൈന ഗ്രാസും കൂടെ വരാനുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ. ഇനി അടുത്തൊരു പ്ലേറ്റിലും കൂടെ ഇത് മിക്സ് ആക്കി എടുക്കാനുണ്ട്. നല്ല രീതിക്ക് അടിച്ചു വെച്ച കാമ്പും നമ്മുടെ പാലും കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചൈന ഗ്രാസ് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. മൊത്തം ഒഴിക്കുന്നില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടല്ലോ മറ്റേ മോൾഡിലേക്കും കൂടെ സെറ്റാക്കാനുണ്ട്. അപ്പം ഇത് ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ ജെല്ല് ഇങ്ങനെ അയ്യോ മുകുന്നില്ലല്ലോ. ഓക്കെ, ഇതിനകത്തേക്ക് നൈസായിട്ട് നമുക്ക് എല്ലാ പാർട്ടിലേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കുന്നില്ല, നമുക്ക് വേറെ മോൾഡുകൾ ഉണ്ടല്ലോ, അപ്പം അതിനകത്തേക്ക് സെറ്റാക്കണം. ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ പുഡിങ് ഏകദേശം ഒരു പൊളിഞ്ഞ അവലുകഞ്ഞി പോലെ ആയിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പുഡിങ് എങ്ങനെയാണ് നല്ല അലുവ പോലെ ഇങ്ങനെ സ്പൂണോട്ട് ഇങ്ങനെ കൊത്തിയെടുക്കണമെന്നതിന്, പക്ഷെ ഇതിപ്പോൾ കഞ്ഞി പോലെയായി. നോക്കി, ഇതാണ് പുഡിങ്ങിൻ്റെ അവസ്ഥ. ഇത് പുഡിങ് അല്ല, നമ്മളെ അവരെ പറ്റിച്ചതാണ്. ഇപ്പം എന്താണാവോ ഇത്? ഞാൻ ആ മറ്റേ ചൈന ഗ്രാസ് ഞാൻ ആ മറ്റേ കാമ്പിന്റെ ജ്യൂസിലേക്ക് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞ് ആ സാധനം അത് അലുവ പോലെ ആവൂല, ഭയങ്കര തിക്കാണെന്നുള്ളത്. പക്ഷെ ആദ്യത്തെ ട്രൈ അല്ലേ, നമ്മൾ ആദ്യത്തില്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. തന്നെയല്ല, ആ ചൈന ഗ്രാസ് മറ്റേ ജ്യൂസിനനുസരിച്ചല്ല ഉള്ളത്. ചൈന ഗ്രാസ് കുറച്ചേ ഉള്ളൂ, ജ്യൂസ് കുറേ ഉണ്ട്. എന്തായാലും ഈ അവലിങ്കഞ്ഞി എന്തായാലും എല്ലാവർക്കും കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിപ്പിക്ക്, അപ്പൊ അത് തീരും ഇല്ലേ? ഇപ്പൊ തന്നെ ഞങ്ങളെല്ലാരും ഏകദേശം ടേസ്റ്റ് നോക്കി, ഇത് ഫുള്ള് വെച്ചതായിരുന്നു, ഇപ്പൊ തന്നെ ഏകദേശം പകുതിയായി. അപ്പൊ എന്നാല് വേസ്റ്റ് ആക്കണ്ട, അച്ഛനും കൊടുക്കും, അച്ഛനും പറിക്കാം. കുടിച്ചു നോക്കി, കുടിച്ചിട്ട് എങ്ങനെ ഉണ്ട് അച്ഛൻ പറയും. സാധനം ഇളനീരിന്റെ ഒരു സംഭവം, ഇളനീരുണ്ട്, പിന്നെ എന്തൊക്കെയോ പിന്നെന്തൊക്കെയോ എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അച്ഛനെ കുടിച്ചു നോക്കിട്ട് എന്താണ് തൈരൊന്നുമില്ല, തൈരോ അങ്ങനെ കളിക്കല്ലേ? വെള്ളി മാത്രമേ ഉള്ളൂ. അച്ഛന് കുടിച്ചിട്ട് ടേസ്റ്റ് എന്താ? അപ്പൊ ഗൈസ്, നമ്മളെ പുഡിംഗ് വീഡിയോ ഇവിടെ തീരുകയാണ്. നമ്മള് പുഡിംഗ് അല്ല, എന്താണെങ്കിലും കഞ്ഞിയാണെങ്കിലും കുറച്ച് ടേസ്റ്റ് ഉണ്ട് അല്ലേ? തിന്നാൻ പറ്റും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനമായില്ല, അത്രേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച സാധനം കൂടെ കിട്ടിയില്ല. അത് പിന്നെ നമ്മള് ഒരു കയ്യിലിരിപ്പാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും see you on the next video. Bye bye.